മഹാന്മാരായ പ്രവാചകന്മാര് പോലും അന്ത്യം നന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു യൂസുഫിന്റെ അവസാന ഭാഗത്ത് അതേ പ്രവാചകന്റെ പ്രാർത്ഥനയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അധികാരം കിട്ടാത്തത് കൊണ്ടല്ല, സൗന്ദര്യം കിട്ടാത്തത് കൊണ്ടല്ല, മനുഷ്യൻ ആശിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നല്ല സൗന്ദര്യം ഉണ്ടാവണം, ആരോഗ്യമുണ്ടാകണം, പേരും പ്രശസ്തിയും വേണം, അധികാരം വേണം, സ്വാധീനം വേണം. അതൊന്നും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അന്ത്യം നന്നായില്ലെങ്കിൽ. അതുകൊണ്ട് മഹാനായ ആ പ്രവാചകന് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ടാ മഹാനവറുകൾ ഈ നല്ല പര്യവസാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു ആ പ്രവാചകൻ, റബ്ബി, എന്റെ രക്ഷിതാവേ, ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. മഹാനായ ഒരു പ്രവാചകന്റെ ദുആയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് കൊടുത്ത നിഅമത്തൊക്കെ ആദ്യം എടുത്തു പറയാണ്, റബ്ബി, എന്റെ രക്ഷിതാവേ, ഖദ് ആതൈതനീ മിനൽ മുൽക്കി, ഭരണാധികാരത്തിൽ നിന്ന്, രാജാധികാരത്തിൽ നിന്ന് നീ എനിക്ക് വേണ്ടതൊക്കെ തന്നു. വഅല്ലംതനീ, നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു, ഇൽമും തന്നു. മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയുവാനും അതൊക്കെ ഒരു പ്രത്യേക തൗഫീഖാണ്. അതിന് പോലുമുള്ള കഴിവ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും എന്നെ കാത്തു രക്ഷിക്കേണ്ട വലിയ എന്റെ രക്ഷാധികാരി നീ മാത്രമാണ്. ഇനി ചോദിക്കാനുള്ള കാര്യം ചോദിക്കാണ്. എന്താ ചോദിക്കാനുള്ളത്? തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സദ്വൃത്തരായ ആളുകളോടൊപ്പം പരലോകത്ത് വേർതിരിച്ചു നിർത്തപ്പെടും. കുറ്റവാളികൾ ഒരു ഗ്രൂപ്പ്, ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിന്റെ ആളുകൾ, മറുവിഭാഗം നരകത്തിന്റെ ആളുകൾ. അന്ന് സത്യവിശ്വാസികളായ സാലിഹീങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ പോലുമുള്ള അർഹത നഷ്ടപ്പെടും. ആർക്ക്? കപടന്മാർക്കും കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും ഒക്കെ, കുറ്റവാളികൾക്ക്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നുണ്ട്, അന്ന് കുറ്റവാളികളോട് പറയപ്പെടുന്ന ഒരു വാചകമുണ്ട്, റബ്ബിന്റെ കൃത്യമായ ഒരു നിർദ്ദേശം അവരോട്, വംതാസുൽ യൗം അയ്യുഹൽ മുജ്രിമൂൻ, ഹേ കുറ്റവാളികളെ. അല്ലാഹുടെ വിളി നോക്കൂ നിങ്ങൾ, അയ്യുഹൽ മുജ്രിമൂൻ, ഹേ കുറ്റവാളികളെ, വേറിട്ട് നിൽക്കണടാ. വിശ്വാസികളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ പോലും നിങ്ങൾ യോഗ്യരല്ല എന്ന് മാറി വേറിട്ട് നിൽക്കുക. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരായ സജ്ജനങ്ങളുടെ കൂടെ നീ എന്നെ ചേർത്ത് നിർത്തി തരണേ. നമ്മൾ എത്ര തവണ പ്രാർത്ഥിക്കാറുണ്ട്?